കരിപ്പൂർ വിമാനത്താവളത്തിൽ 30 ലക്ഷം രൂപയുടെ സ്വർണവുമായി 2 പേർ പിടിയിൽ. താനാളൂർ സ്വദേശി നാസർ, കാടാമ്പുഴ സ്വദേശി മുഹമ്മദ് മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം 2 പാക്കറ്റുകളിലാക്കിയാണ് കടത്താൻ ശ്രമിച്ചത്. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. അഷ്കർ, പുതിയ തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് രീതികൾ അവലംബിക്കുകയാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘം. ഈ അറസ്റ്റിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനിൽ, അതിസാഹസികമായി കൊണ്ട് തന്നെ കടത്തിയ സ്വർണ്ണമാണ് ഇപ്പോൾ എയർപോർട്ടിന് പുറത്ത് വെച്ച് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കസ്റ്റംസ് പരിശോധനകളെയും സാങ്കേതികമായിട്ടുള്ള പരിശോധനകൾ, എക്സ്റേ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പരിശോധനകൾ കഴിഞ്ഞുകൊണ്ടാണ് ഓരോ യാത്രക്കാരും കരിപ്പൂർ എയർപോർട്ടിന് പുറത്തേക്ക് എത്തുന്നത്. അങ്ങനെ കരിപ്പൂർ എയർപോർട്ടിന് പുറത്തെത്തിയ സ്വർണ്ണമാണ്, അഥവാ കസ്റ്റംസിനെയും പരിശോധനകളെയും ഒക്കെ വെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിച്ച സ്വർണ്ണമാണ് ഇപ്പോൾ കരിപ്പൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ നീക്കത്തിലൂടെ ഇപ്പോൾ 2 പേർ പിടിയിലായിരിക്കുന്നത്. ഒന്ന്, ഒമാൻ എയറിൽ കരിപ്പൂരിലെത്തിയ മസ്കറ്റിൽ നിന്നും ഒമാൻ എയറിൽ കരിപ്പൂരിലെത്തിയ താനാളൂർ സ്വദേശിയായിട്ടുള്ള നാസർ, ഇയാളിൽ നിന്നാണ് 442 ഗ്രാം സ്വർണം പിടികൂടുന്നത്. ഇത് 2 പാക്കറ്റുകളായി കാലിനടിയിൽ പാഡുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ സ്വർണം കടത്തിയിരുന്നത്. ഇയാളെയാണ് ആദ്യം പോലീസ് പിടികൂടിയത്. തൊട്ട് പിന്നാലെ തന്നെ ഈ സ്വർണം സ്വീകരിക്കാനെത്തിയ കാടാമ്പുഴ സ്വദേശി മുഹമ്മദ് മുസ്തഫ, ഇയാളെയും പോലീസ് പിടികൂടുകയും ചെയ്തു. എന്തായാലും 2 പേരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരും സ്വർണ്ണക്കട സംഘങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ ഇവരിൽ നിന്നും ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതികളെയും അതുപോലെ തന്നെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. അഷ്കർ അലി കരിമ്പയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.